ഇന്നത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത് 10ത്തെ കുട്ടികൾക്കാണ്. അല്ലെങ്കിൽ 10 കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ 10ൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. +2 കഴിഞ്ഞവർക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരാനും സാധ്യത ഉണ്ട് ഇത് കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ +2 റിസൾട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. എന്തൊക്കെയെന്ന് വെച്ചാൽ, കഥ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് വായിച്ചെടുത്ത്, അല്ലെങ്കിൽ ഞാൻ ആര് പറഞ്ഞ് കേട്ട് മറന്നവരെ കഥ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് ഞാൻ 10ൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് മുതൽ എല്ലാവരും എന്നോട് ചോദിക്കും, അതായത് പിന്നെ നിനക്ക് എന്താവണമാണ് നിനക്ക് ആഗ്രഹം. അപ്പം ഞാൻ അന്നൊക്കെ സോഷ്യൽ സയൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ സിവിൽ സർവീസ്, അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാം സിവിൽ സർവീസ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് സിവിൽ സർവീസിൽ എക്സാം എഴുതിയിട്ട് അത് കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാനങ്ങനെ പറയും. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഓലൊക്കെ പറയും സയൻസ് എടുക്കാൻ വേണം. ഈ ആരെങ്കിലുമൊക്കെ സയൻസിലത്തെ ഈ സയൻസിലത്തെ ചേച്ചിമാരുണ്ട്, അവരെ കാണുമ്പോൾ ഇവരൊക്കെ എന്തൊരു പഠിപ്പിയാണ്, അത്ര പഠിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കും. എനിക്ക് സയൻസത്തെ കാണുന്നതിന് അന്നൊക്കെ വലിയൊരു ആരാധന, ആ ഒരു സാധനമായിരുന്നു. അങ്ങനെ 10 കഴിഞ്ഞു, എനിക്ക് ഫുൾ A+ അങ്ങനെ കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ 10 വരെ മലയാളം മീഡിയം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു വെക്കേഷൻ തുടങ്ങി. അപ്പോൾ ഒരാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് മടുത്ത്, വീട്ടിലിരുന്ന് ചടച്ച്. അപ്പോൾ ഞാൻ 10 വരെ മലയാളം മീഡിയം ആണ്. +1ഉം +2 ഒക്കെ ഇംഗ്ലീഷല്ലേ, അപ്പം ഇനി മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ട്യൂഷനിൽ ഫ്രീ ആയിട്ട് ബ്രിഡ്ജ് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ 10 പഠിച്ച അതേ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി, അവിടെ കുറേ ക്ലാസ്സൊക്കെ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പോലെ തുടങ്ങി. അപ്പോൾ ഈ ഇംഗ്ലീഷ് കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ആ ടീച്ചർ ഇങ്ങനെ ഏതോ ഒരു സായനവേളയിൽ എൻ്റെ ദുരന്തത്തിൽ എന്ന് പറഞ്ഞാൽ മതി, ആ ടീച്ചർ പറഞ്ഞു എന്നോട് നട്ടല്ല, എന്തോ ഒരു ടോപ്പിക് പറഞ്ഞ സമയത്താണ് പറഞ്ഞ് സിവിൽ സർവീസൊക്കെ കിട്ടുന്ന കുട്ടികൾ, സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണ് അധികം കിട്ടൽ. അപ്പം ഞാൻ ഇതുവരെ കേട്ടത് എന്താണ്, സിവിൽ സർവീസ് എടുക്കണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം. അപ്പം ഞാൻ അന്ന് വരെ 10ൻ്റെ എക്സാം എഴുതുന്ന സമയത്തും ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു സയൻസ് എടുത്താൽ കിട്ടുമല്ലേ എന്നുള്ളൊരിതായിരുന്നു. അപ്പം ഞാൻ സയൻസ് എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അതുവരെ ഞാൻ നാട്ടുകാരോടും വീട്ടുകാരോടും കാണുന്നവരോടൊക്കെ എന്നോട് ഏത് ഫീൽഡ് എടുക്കണമെന്ന് വെച്ചാൽ പറയാം, ഞാൻ സയൻസ് എടുക്കില്ല, സത്താലും ഞാൻ സയൻസ് എടുക്കില്ല, അതിലൊക്കെ കുറേ പഠിക്കാനുണ്ട്, ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുക്കുന്നത്, കാരണം സിവിൽ സർവീസിനാണ് പോകേണ്ടത്. അങ്ങനെ ഞാൻ സയൻസ് എടുക്കാൻ